ഹായ് ഓൾ. അപ്പോൾ നമ്മളും പോയിട്ടോ വെക്കേഷൻ ഒരു ട്രിപ്പ്. അതിൻ്റെ വീഡിയോ ആണ്. നമ്മൾ പോയത് വട്ടവടയായിരുന്നു. അപ്പോൾ വെളുപ്പിന് 4 മണിക്കാണ് നമ്മുടെ ജേണി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഉച്ചക്കലത്തേക്കുള്ള ഫുഡും ബ്രേക്ക്ഫാസ്റ്റും എടുക്കണമായിരുന്നു. അതുകൊണ്ട് തലേന്ന് തന്നെ നമ്മൾ പൊതിച്ചോറിനുള്ള ഒരു വിഭവസമൃദ്ധമായ ഒരു പൊതിച്ചോറായിരുന്നു. അതിനുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റ് അതൊക്കെ നമ്മൾ പൊതിഞ്ഞ് കെട്ടിയെടുത്ത് പിന്നെ 4 മണിക്ക് എല്ലാവരും കറക്റ്റ് ജംഗ്ഷനിൽ വരണം. അവിടെയാണ് ബസ് വരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 4 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരിക്കും ലാസ്റ്റ് എന്ന് വിചാരിച്ച് ഓടിപ്പിടഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ കഴിഞ്ഞിട്ടും കുറച്ച് പേരൊക്കെ വന്നിരുന്നു കേട്ടോ. നമ്മുടെ ബസ്സിൽ ഒരു 49 പേര് 50 പേരോളം ഉണ്ട്. അങ്ങനെ നമ്മളെ ഫാമിലി ആയിട്ടാണ് പോകണത്. അപ്പോൾ അങ്ങനെ 4 മണിയെന്ന് പറഞ്ഞാൽ നമ്മൾ 5 മണിക്കാണല്ലോ എല്ലാവരും എത്തുള്ളൂ. ആ ടൈം ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ ട്രിപ്പിൽ നമ്മുടെ സെലക്ഷൻ കുറച്ചൊന്ന് പാളിപ്പോയിരുന്നു കേട്ടോ. ശരിക്കും വട്ടവട സ്റ്റേ ഒക്കെ പോകേണ്ട ഒരു പ്ലേസ് ആയിരുന്നു. നമ്മൾ 1 ഡേ ആയിട്ടാണ് പോയത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. ഞാൻ അത്ര വീഡിയോ ഒന്നും എടുക്കാനൊന്നുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഈ ട്രക്കിങ് തുടങ്ങിയപ്പോഴാണ് നമ്മളൊക്കെ ഒന്നൊരു ഉഷാറായത്. അവിടെ മുതലാണ്ട് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാനൊക്കെ പറ്റിയത്. ഈ പോകണ വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുതിരകൾ അവരുടെ കാലിങ്ങനെ ഫ്രണ്ടിൽ കെട്ടിയിട്ടേക്കായിരിക്കും. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഓടിപ്പോകാനൊന്നും പറ്റില്ല. പിന്നെ ഇങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു. ട്രക്കിങ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങിയിരുന്നു. അവർ മെയിൻ പ്ലേസിലൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദൂരത്തു നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. അവിടെ എന്തോ ഇവരൊക്കെ ഉണ്ടായിരുന്നു, ട്രൈബൽസിൻ്റെ ഒക്കെ എന്തോ ഇതൊക്കെ ഉണ്ട്, ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര പുകയൊക്കെ, അത് ഇങ്ങനെ തീയിട്ടിട്ടുള്ള പുകയാണ്. നല്ല വെയിലാണെങ്കിലും ചൂടങ്ങനെ അറിയാനുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ചൂട് തന്നെയാണ് അവിടെയും, പക്ഷേ നല്ലൊരു തണുപ്പ് കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യൂല ചൂട്. പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. പിന്നെ അവിടെ കരിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ദാഹിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. വെള്ളം നമ്മളെടുത്തതൊക്കെ തീർന്നായിരുന്നു. കരിക്കൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് നല്ല ഫ്രഷ് സ്ട്രോബെറി, അതായത് സ്ട്രോബെറി നട്ടേക്കുന്നത്. അതിന് ഫാമെന്നാണോ പറയണതെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്ട്രോബെറി കൃഷി ചെയ്യണോടത്താണ് നമ്മൾ പോയത്. അവിടെ നിന്ന് നല്ല ഫ്രഷ് സ്ട്രോബെറി കിട്ടും. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ഇങ്ങനെ മൂടി ഇട്ടിട്ടാണ്, അത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്തേക്കാണ്. പിന്നെ അതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല. നമ്മൾ അതിൻ്റെ ചുറ്റും നടന്നിട്ട് ഇങ്ങനെ കാണുകയും വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പൊട്ടിക്കിടന്നതിൻ്റെ ഇടയിൽ കൂടെ ആ സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നത് വീഡിയോ എടുത്തതാണ്. പിന്നെ അവിടെ നമുക്ക് സ്ട്രോബെറി ജാം ഒക്കെ കിട്ടും. അപ്പോൾ അതവർ ടേസ്റ്റ് ചെയ്യാൻ തരും, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങളൊരു ജാമും 1 കിലോ സ്ട്രോബെറി വാങ്ങിച്ചിട്ടോ. സ്ട്രോബെറി ഫാമിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ചോളം നല്ല മസാലയൊക്കെ ഇട്ട് മല്ലിയിലയും നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കസ്തൂരിമേത്തയും ബട്ടറൊക്കെ ഇട്ടിട്ട് ചോളം നല്ല പുഴുങ്ങി വേവിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് 50 രൂപ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നല്ല തിരക്കായിരുന്നു. തിരക്കിയൊക്കെ ഓരോന്ന് വാങ്ങിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ മണപ്പുറത്തുനിന്ന് കടല മസാലയൊക്കെ വാങ്ങിക്കണ പോലെ ചോളത്തിൻ്റെ സ്ട്രോബെറി നമ്മൾ അപ്പം തന്നെ പകുതി മുക്കാലും കഴിച്ച് തീർത്തട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് സ്ട്രോബെറി, അധികം പുളിയൊന്നുമില്ല, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മളപ്പം തന്നെ എല്ലാവരും കഴിച്ചായിരുന്നു. അടുത്തത് നമ്മളൊരു വാട്ടർഫോള് ഒരു പോയിന്റിലെത്തിയപ്പോഴാണ് അവർ നിർത്തിയത്. നമ്മളത് കാണാനായിട്ട് ഇറങ്ങണോടത്ത് നല്ല അടിപൊളി ഒരു റോസൊക്കെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് താഴേക്ക് പോയിട്ടാണ്, കുറച്ചങ്ങോട്ട് നമുക്ക് പോകാനുണ്ട്. അതുകൊണ്ട് അനിയത്തിയൊന്നും വന്നില്ല കേട്ടോ, കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട്. പോണ വഴിക്ക് മറ്റേ മാങ്ങയും ഉപ്പിട്ട് തരണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രോബെറിയും ചോളമൊക്കെ തിന്ന് വയറൊക്കെ നിറഞ്ഞിരിക്കണോണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. നേരെ വാട്ടർഫോൾ കാണാനായിട്ടുള്ള ഓട്ടോ ആണ് ഈ കാണുന്നത്. പോകണ വഴിയൊക്കെ കുറച്ച് ഡേഞ്ചറായിരുന്നു കേട്ടോ. നമ്മൾ ഈ തിണ്ടി കൂടെയാണ് നടന്ന് പോകുന്നത്. അതിൻ്റെ താഴേക്ക് ഇങ്ങനെ
ഇങ്ങനെ നല്ല ആഴമുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. പേടിച്ചാണ് ഞങ്ങൾ പോകണത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇങ്ങോട്ട് അതിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു കേട്ടോ. അടുത്തെത്തുമ്പോൾ തന്നെ തണുപ്പ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിഞ്ഞ് കയറി ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. പിന്നെ ഞാനും മിച്ചും അതിൻ്റെ മുകളിലേക്ക് കയറി. അഫാനൊക്കെ നേരത്തെ വന്നിരുന്നു, ഞങ്ങളെക്കാളും മുമ്പ് ഓടി വന്നു. നല്ല തണുപ്പ് വെള്ളത്തിനൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പേര് കയറിയായിരുന്നു, ബോയ്സ്. ഞങ്ങൾ ആ വെള്ളത്തിലൊക്കെ കാലിട്ട് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നല്ലൊരു തണുപ്പ്, നല്ല കൂളിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മളെ കാണാതെ ഇപ്പം ബസ്സിലുള്ളവർ അന്വേഷിച്ച് വന്നിരുന്നു കേട്ടോ. പിന്നെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. റിട്ടേൺ പോകണത് വന്ന വഴി തന്നെയില്ല, വേറെ ഏതോ വഴി കറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് നമ്മൾ ബസ്സൊക്കെ നിർത്തിയിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകണത്. അപ്പോൾ പോകണ വഴി ഇനി പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാന്ന് ആ ഡ്രൈവർ പറഞ്ഞിരുന്നു കേട്ടോ. ഈ ഒരു ഹണി മ്യൂസിയം നമ്മൾ കണ്ടിരുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. അതിൻ്റെ അകത്തേക്കൊന്നും ആരും കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തിയിട്ട് ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിരുന്നു. പിന്നെ ചോറും ഒക്കെ എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയും ഒരു സ്ഥലം പിടിച്ച് അവിടെ ഇരുന്ന് എല്ലാവരും കൂടി കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഷെയറൊക്കെ ചെയ്താണ്ടോ കഴിച്ചത്. ഇവിടെയൊക്കെ പിന്നെ നല്ല അടിപൊളി പൂക്കളായിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ പൂവൊക്കെ പറിച്ചിട്ട് പിള്ളേർ ഒരു ചെറിയ ബൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഈ പൂവാണ് നിറച്ച് സൈഡിൽ. പോകണ വഴിക്കൊക്കെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങന്മാരെ നമ്മൾ പിന്നെ എപ്പോഴും ട്രിപ്പൊക്കെ പോകുമ്പോൾ കാണുന്നതാണല്ലോ. ഇത്തവണ നമ്മൾ വേറെ ഒരാളെ ഇരുന്ന് കേട്ടോ. അത് വീഡിയോയിൽ ഞാൻ കാണിക്കണുണ്ട്, അപ്പോൾ കാണാം. നമ്മൾ വീഡിയോസ് എടുത്തപ്പോൾ ഗ്ലാസ്സിൽ കൂടെ എടുക്കുമ്പോൾ നല്ല ഗ്രീൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ മാറി എടുത്തതാണ്. ഗ്ലാസ്സിൽ കൂടെയും അല്ലാതെയും എടുത്തപ്പോൾ ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബസ്സിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പം അതിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് മതി ബസ്സിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ കോർഡിനേറ്റർ കയറി നിൽക്കേണ്ട. പിന്നെ പോകണ വഴിക്കൊക്കെ ഇതേപോലെ തേയിലത്തോട്ടമൊക്കെയാണ്. അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്ത് പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിറച്ച് രണ്ട് സൈഡിലും ഇങ്ങനെ കടകളാണ്. അതിൻ്റെ ഇടയിൽ കൂടി വേണം പോകാനായിട്ട്. പിന്നെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് ക്യാഷായിട്ട് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഇതിലായിരുന്നു, ഗൂഗിൾ പേ ആയിരുന്നു. അപ്പോൾ അവിടെ കണക്ഷനും നെറ്റും കിട്ടാനുണ്ടായിരുന്നില്ല. കുറേ സ്ഥലത്തൊക്കെ വൈഫൈ ഓൺ ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ക്യാഷ് പേ ചെയ്തതൊക്കെ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയപ്പം അവിടെ ഇതേപോലെ വലിയ റോസാപ്പൂ. ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഓരോ ചായ കുടിച്ച്. കൂടെ വന്ന കുറച്ച് പേര് ചായ കുടിക്കൂലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ച നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ വന്ന കുറച്ച് പേരെന്ന് വെച്ചാൽ നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോയപ്പോൾ പലരും പല ഭാഗത്തേക്കായിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കയറി ചായ കുടിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ബസ്സിൽ ഇങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പേരൊന്നും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേര് കുടിച്ചിട്ടുണ്ടായി. അപ്പോൾ എല്ലാവർക്കും കൂടി ചായ കുടിക്കാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്ന് ചായയും കടിയൊന്നും ആരും കഴിച്ചില്ലായിരുന്നു. എല്ലാവരും ഓരോ ചായ, കോഫി, ബ്ലാക്ക് ടീ അങ്ങനെയൊക്കെ കുടിച്ച്. ചായ കുടിക്കാനുള്ള ഒരു ചാൻസും പിന്നെ നമ്മൾ മിസ്സാക്കൂലല്ലോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറി പോന്നപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആനേനെ കണ്ടത്. ട്രിപ്പ് വന്നിട്ട് ആദ്യമായിട്ടാണ് കാട്ടിലെ ആനേനെ കാണണത്. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കടയിൽ നിന്ന് ഈ ഒരു ബാഗ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത്ര റേറ്റ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങളെല്ലാവരും വാങ്ങിച്ചായിരുന്നു. പിന്നെ തിരിച്ച് പോന്നപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാട്ട് വയ്ക്കുകയും നമ്മൾ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തത്. അങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. തിരിച്ച് വന്നപ്പോൾ എല്ലാവരും നല്ല ഓണായിരുന്നു. പിന്നെ അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങാണിത്. പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓണായി. പിന്നെ അങ്ങോട്ട് ഡാൻസും പൊളിച്ച്. ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് നോക്കിയ ഒരു സ്പോട്ടൊക്കെ നോക്കി നിർത്തി.
പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും മന്തിയാണ് കഴിച്ചത്. പിള്ളേർക്കൊക്കെ മന്തി മതിയായിരുന്നു. പിന്നെ നമ്മളൊരു 11 മണി 11:30 ആയപ്പോഴത്തേക്കും തിരിച്ച് ജംഗ്ഷനിലെത്തി. എന്തായാലും ട്രിപ്പ് കൊള്ളായിരുന്നു.